നമ്മൾ യുദ്ധവാർത്തകളിലേക്ക് പോകുമ്പോൾ 2 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ട് ഇറാൻ F-15 A-10 വർത്തോഗ് വിമാനവുമാണ് തകർത്തത്. ഹോർമൂസ് കടലിടുക്കിന് സമീപം വെച്ച് ഇറാൻ വെടിവെച്ചിട്ട വർത്തോഗ് വിമാനത്തിലെ 2 പൈലറ്റുമാരും സുരക്ഷിതർ ആണ്. തെക്കൻ ഇറാനിൽ തകർന്നു വീണ F-15 ഒരു പൈലറ്റിനെ ഇസ്രായേൽ രക്ഷപ്പെടുത്തി. ഒരാളെ കാണാനില്ല എന്നാണ് വിവരം. ഇയാളെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുന്നവർക്ക് ഇറാൻ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. US-ഉം തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. 2 യുദ്ധവിമാനങ്ങൾ തകർന്നത് ചർച്ചകളെ ബാധിക്കില്ല എന്നാണ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് UN-ൽ നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചു. അജയ് സുധ ബിജുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അജയ്, യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലായിരുന്നല്ലോ ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. അത് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? ഒപ്പം യുദ്ധത്തിന്റെ വിശദാംശങ്ങൾ. ഇപ്പോൾ നിലവിൽ യുദ്ധം അത് കടുത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇറാൻ തങ്ങളുടെ ആക്രമണം അത് കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇന്ന് രാവിലെ 2 US-ന്റെ യുദ്ധവിമാനങ്ങളാണ് ഇറാൻ ഏറ്റവും പുതുതായി വെടിവെച്ചിട്ടത്. മാത്രമല്ല, അവർ നിലവിൽ ഹോർമൂസ് കടലിടുക്കിന് പുറത്തേക്ക് കൂടി തങ്ങളുടെ നിയന്ത്രണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തുകയാണ്. ഇന്നാണ് ഈ UN-ൽ ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹ്റൈൻ സമർപ്പിച്ചിരുന്ന പ്രമേയം അത് പാസ്സാക്കാനിരുന്നത്. അതിൽ വോട്ടെടുപ്പ് ഇന്ന് നടക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ ചൈനയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും എതിർപ്പ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ ഒരു പ്രമേയം അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ചില ബഹ്റൈൻ ഉദ്യോഗസ്ഥരെയെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് ആണ് ഇത്തരമൊരു കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഹോർമുസിന്റെ കാര്യം അത് നിലവിൽ തീരുമാനമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ ഹോർമുസിന്റെ പുറത്തേക്ക് കൂടി തങ്ങളുടെ ഒരു സമുദ്രതലത്തിലുള്ള നിയന്ത്രണം വ്യാപിപ്പിക്കാൻ വേണ്ടി ഇറാൻ ചർച്ചകൾ നടത്തുന്നത്. അതായത് ഈ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് മാറി ഏഷ്യൻ ഭൂഖണ്ഡത്തെയും അതുപോലെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബാബൽ മാൻഡേബ് എന്ന് പറയുന്ന കടലിടുക്ക് ഉപരോധിക്കാനാണ് ഇറാന്റെ ഏറ്റവും പുതിയ നീക്കം എന്ന് പറയുന്നത്. ഈ കടലിടുക്ക് വഴി ആഗോളതലത്തിലുള്ള എണ്ണ വിപണനത്തിന്റെ തന്നെ 10 മുതൽ 12% വരെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. സൂയസ് കനാൽ വഴിയുള്ള ഒരു കപ്പലുകൾ അതെല്ലാം ഇന്ത്യൻ സമുദ്രത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് ഈ കടലിടുക്ക് വഴി വേണം കടന്നു വരാൻ വേണ്ടി. അപ്പോൾ ഈ കടലിടുക്ക് ഉപരോധിക്കാനായി ഇറാൻ നീക്കം നടത്തുന്നതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അവരുടെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫാണ് ഇത്തരമൊരു വിവരം നിലവിൽ പുറത്തുവിട്ടത്. അതായത് ഇറാൻ ഈ ഹോർമുസിൽ നിന്ന് മാറി പുറത്തേക്ക് തങ്ങളുടെ നിയന്ത്രണം വ്യാപിപ്പിക്കുന്നുവെന്ന്. എന്തായാലും ബാബൽ മാൻഡേബിലുള്ള ഉപരോധം അത് ഇക്കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളുടെ പ്രതികരണമൊന്നും വ്യക്തമായിട്ടില്ല. ഹോർമുസിനോടൊപ്പം തന്നെ ബാബൽ മാൻഡേബ് കൂടി ഉപരോധിക്കപ്പെടുകയാണെങ്കിൽ മൊത്തത്തിലുള്ള ഒരു എണ്ണ വിപണനത്തിൻ്റെ കാര്യം അത് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്കായിരിക്കും ഭാവിയിൽ പോകാനിരിക്കുന്നത്. കാരണം ഹോർമുസ് കടലിടുക്ക് തന്നെ മൊത്തത്തിലുള്ള എണ്ണ വിപണനത്തിൻ്റെ 1/4 ഭാഗവും ഹോർമുസ് വഴിയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇതുവഴി കൂടി ഒരു 10 മുതൽ 12% വരെ എണ്ണ വിപണനവും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉപരോധിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഈ ഏഷ്യൻ മാർക്കറ്റിലേക്കും അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലേക്കും മൊത്തത്തിൽ ഉള്ള എണ്ണ വിപണി അത് ഏറെക്കുറെ 3/4 ഭാഗവും കട്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അത് തീർച്ചയായിട്ടും ഒരു ഭീതിജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനിടെയാണ് ഇറാൻ ഇപ്പോൾ മേഖലയിലൊട്ടാകെ ആക്രമണം അത് വ്യാപിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമുള്ളത്. നിലവിൽ ദുബായിലുള്ള ഒറാക്കൽ എന്ന് പറയുന്ന US ടെക് കമ്പനിക്ക് നേരെ ഇറാന്റെ ആക്രമണം നടന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അവിടെ ഈ ഒരു കെട്ടിടത്തിന് ചെറിയ തീപിടുത്തം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പരിക്കുകളൊന്നും നിലവിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രത്യാക്രമണവും അത് കടുത്ത രീതിയിൽ തുടരുകയാണ്. ഇപ്പോൾ ടെഹ്റാനിലുള്ള ഒരു മ്യൂസിക് സ്കൂളിന് നേരെ ആക്രമണം നടന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. ഈ സ്കൂൾ തകർന്നിട്ടുണ്ട്. അപ്പോൾ ടെഹ്റാനിലടക്കം നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മധ്യ ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ അവിടെ വൈദ്യുതി തടസ്സമുണ്ടാവുകയും അതുപോലെ തന്നെ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾ തകർന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ അബുദാബിയിലേക്കും ഇപ്പോൾ ഇറാന്റെ ശക്തമായിട്ടുള്ള ആക്രമണം നടന്നതായിട്ടാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവിടെ നടന്നിട്ടുള്ള ഒരു മിസൈൽ ആക്രമണത്തിൽ ഈ മിസൈലിന്റെ അവശിഷ്ടം തകർന്നു വീണ് ഏതാണ്ട് 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതാണ്ട് 4 ഇന്ത്യക്കാരടക്കം ഈ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുന്നതായിട്ടാണ് വിവരം. ഒരു ഈജിപ്ഷ്യൻ പൗരൻ അബുദാബിയിൽ കൊല്ലപ്പെടുകയും
ലക്ഷ്യമിടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ മേഖലയിലടക്കം ശക്തമായി അവർ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു. ഇതിനിടെ US-ന്റെ 2 യുദ്ധവിമാനങ്ങൾ തകർത്തിട്ടതിൽ ഒരു യുദ്ധവിമാനത്തിലുള്ള പൈലറ്റിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇറാനോ അല്ലെങ്കിൽ US-നോ ഈ ഒരു പൈലറ്റിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. US മേഖലയിൽ തങ്ങളുടെ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ടാണ് തെരച്ചിൽ വ്യാപകമാക്കിയിരിക്കുന്നത്. ഇറാനും തെരച്ചിൽ നടത്തുകയാണ്. ഇറാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും തെരച്ചിലുണ്ട്. അതേസമയം ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ വഴി അവരുടെ ഭരണകൂടം ഇപ്പോൾ നിലവിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന അറിയിപ്പ് എന്ന് പറയുന്നത് ഈ സൈനികനെ ജീവനോടെ പിടികൂടുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നുള്ളതാണ്. തെക്കൻ ഇറാൻ ഭാഗത്തുള്ള ഗവർണർ ഈ ഒരു സൈനികനെ ജീവനോടെയോ അല്ലാതെ തന്നെയോ പിടികൂടിയാൽ പാരിതോഷികം നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ വ്യാപകമാണ്. ഇയാൾ സുരക്ഷിതനാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും നിലവിൽ സ്ഥിരീകരിക്കാറായിട്ടില്ല. ഒരു F-15 വിമാനം തകർന്നതുമായി ബന്ധപ്പെട്ട് അതിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരിൽ ഒരാളെയാണ് ഇപ്പോഴും കാണാതായിരിക്കുന്നത്. ഇതിലുണ്ടായിരുന്ന മറ്റൊരു പൈലറ്റിനെ ഇസ്രായേൽ രക്ഷപ്പെടുത്തിയതായിട്ട് അവരുടെ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തെക്കൻ ഇറാനിലാണ് ഇത്തരം ഒരു യുദ്ധവിമാനം തകർന്നു വീണത്. മാത്രമല്ല ഹോർമുസ് കടലിടുക്കിൽ മറ്റൊരു അമേരിക്കൻ യുദ്ധവിമാനത്തിന് നേരെയും ആക്രമണം നടന്നിരുന്നു. ഈ ഒരു വിമാനവും തകർന്നു വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഒരു A-10 വാർത്തോഗ് എന്ന് പറയുന്ന വിമാനത്തിന് നേരെയാണ് ഹോർമുസ് കടലിടുക്കിൽ ആക്രമണമുണ്ടായത്. ഈ വിമാനം തകർന്ന് ഇതിലുള്ള 2 പൈലറ്റുമാരും അവർ സെൽഫ് ഇജക്റ്റ് ചെയ്ത് ഗൾഫ് മേഖലയിൽ വീണതായിട്ടുള്ള റിപ്പോർട്ടുകളാണുള്ളത്. ഇവർ 2 പേരും സുരക്ഷിതരാണെന്നാണ് വിവരം. ഇവരെ കണ്ടെത്താൻ ഉൾപ്പെടെ സാധിച്ചിട്ടുണ്ട്. F-15 ഒരു പൈലറ്റാണ് ഇപ്പോഴും മിസ്സിംഗ് ആയിട്ടുള്ളത്. എന്തായാലും ആ യുദ്ധം അവസാനിക്കുന്നതിന്റെ ഒരു സൂചനകളും ഇപ്പോഴും പുറത്തു വരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം ഹോർമോസ് കടലിടുക്ക് തുറക്കുക എന്നതാണ് ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്.